കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. 17-കാരനായ മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പരിക്കേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ക്രൂരകൃത്യത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന സംശയം. പരവൂരിൽ നിന്ന് പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം പറവൂർ പൂതക്കുളം വേപ്പിൻമൂട് സ്വദേശി ശ്രീജുവാണ് ഭാര്യ പ്രീതയെയും മകൾ ശ്രീനന്ദയെയും കൊലപ്പെടുത്തിയത്. കഴുത്തറുത്തും കൈഞ്ഞരമ്പ് മുറിച്ചുമാണ് കൊലപാതകം. സമാനമായ രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ ശ്രീരാഗ് ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. കൃത്യം നടത്തിയ ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശ്രീജുവും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഐസ്ക്രീമിൽ വിഷം നൽകിയ ശേഷം കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദ പരിശോധന നടത്തുമെന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ MK സുൽഫിക്കർ പറഞ്ഞു. മരണകാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി അന്വേഷണത്തിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഗൃഹനാഥൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റാണ് ഇതിനകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. കൂടുതലായിട്ടുള്ള മറ്റു വിവരങ്ങളൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും വളരെ വലിയ സങ്കടകരമായൊരു. നാട്ടിൽ തുണിക്കട നടത്തുകയായിരുന്നു ശ്രീജു. കളക്ഷൻ ഏജന്റാണ് പ്രീത. മകൾ ശ്രീനന്ദ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബമാണെന്ന് നാട്ടുകാർ പറയുന്നത്. അമിതമായ ഒരു കള്ളുകുടിയോ അങ്ങനെയൊന്നും ഉള്ള ഒരു കക്ഷിയുമല്ല. നമ്മളെ ഒരു കുടുംബം വളരെ സമാധാനപൂർവ്വം ഒരു മാതൃകാ കുടുംബം പോലെ ജീവിക്കുന്ന ഒരു വഴിയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, കൊല്ലം.